ഇലകൾ തളിർത്ത് നിൽക്കുന്ന ഈ മരത്തെ പരിചയമുള്ളവരുണ്ടോ? ചിലർക്കൊക്കെ ഈ മരം എന്താണെന്നറിയാം. അറിയാത്തവർക്കായി ഞാൻ പറയാം. ഇതാണ് മാംഗോസ്റ്റിൻ്റെ മരം. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളിൽ ഇടയ്ക്കിടയ്ക്ക് പരാമർശിക്കുന്ന ഒരു മരമാണിത്. ഇതുപോലുള്ള ഒരു വലിയ മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണത്രേ വൈക്കം മുഹമ്മദ് ബഷീർ കഥകളൊക്കെ എഴുതിയിരുന്നത്. ഇപ്പോഴൊക്കെ സ്ഥലങ്ങളുള്ള മിക്കവരുടെ വീടുകളിലും മാംഗോസ്റ്റിൻ്റെ ഒരു ചെടിയെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വഴിയില്ല. കാരണം റംബൂട്ടാനെ പോലെ തന്നെ നമ്മുടെ ഈ കാലാവസ്ഥയിലും മാംഗോസ്റ്റിൻ ധാരാളം ഉണ്ടാവാറുണ്ട്. ഒരു നവംബർ മാസത്തോടെയാണ് ഈ മരത്തിൻ്റെ ഇലകളൊക്കെ തളിർത്ത് വരുന്നത്. അപ്പോൾ ഈ മരത്തെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇലകൾ തളിർത്ത് നിൽക്കുമ്പോൾ ഇളം വെയിലിൻ്റെ ആ സൂര്യപ്രകാശത്തിൽ മിന്നുന്നത് കാണാൻ നല്ല രസമാണ്. തളിർത്ത് വരുന്ന ഈ മരങ്ങളിൽ ഫെബ്രുവരി മാർച്ച് മാസത്തോടെ ധാരാളം പൂക്കളും വരാറുണ്ട്. പൂക്കളെ കാണാനാണെങ്കിൽ മരത്തെ പോലെ തന്നെ ഭംഗിക്ക് ഒരു കുറവുമില്ല. ഒരു ഫെബ്രുവരി മാസാവസാനം ആകുമ്പോഴേക്കും ഈ മരത്തിൽ ധാരാളം പൂക്കൾ വന്നു തുടങ്ങും. വേനൽക്കാല ആരംഭത്തിൻ്റെ തുടക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മരത്തിന് നല്ലോണം നനവ് വേണം. അതുകൊണ്ട് വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കണം. കൂടാതെ മരത്തിൻ്റെ ചുവട്ടിൽ ചകിരിയോ ചപ്പോ ഒക്കെ ഇട്ട് പുതയിടുന്നത് നല്ലതായിരിക്കും. എന്നും നനവ് നിൽക്കുമല്ലോ. നനവ് കുറഞ്ഞാൽ ഇതിൻ്റെ ഇല നന്നായി കൊഴിഞ്ഞു തുടങ്ങും. കൂട്ടത്തിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ പൂക്കളും കായ്കളും ഒക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ മരം ഇവിടെ നട്ടത് നമ്മുടെ ഇവിടുത്തെ അച്ഛനാണ്. നബാർഡിൽ നിന്ന് കിട്ടിയ ഒരു തൈ കൊണ്ട് നട്ടതാണ്. ആദ്യം ഈ മരത്തിന് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ തറവാട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി വന്നപ്പോഴാണ് മരത്തെ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഏകദേശം 9 വർഷമൊക്കെ കഴിഞ്ഞാണ് ഈ മരം ഒന്ന് കായ്ച്ചു തുടങ്ങിയത്. ഏകദേശം ഇത്രയും കാലതാമസം ഉണ്ടാകും ഇത് കായ്ക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കായ്ച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. മെയ് മാസത്തിൻ്റെ അവസാനത്തോടു കൂടിയും ജൂൺ മാസം ആരംഭഘട്ടത്തിലൊക്കെയാണ് ഈ മാംഗോസ്റ്റിൻ പഴുത്തു തുടങ്ങാറ്. മഴ കൂടിക്കഴിഞ്ഞാലും ഇതിന് പ്രശ്നമൊക്കെ തന്നെയാണ്. ഇതിലൊരു മഞ്ഞ നിറത്തിലുള്ള ഒരു കറയുണ്ട്. മഴ കൂടുതലായാൽ ആ കറയൊക്കെ ഫ്രൂട്ട്സിനകത്ത് തന്നെ അങ്ങ് നിൽക്കും. നമുക്കിവിടെ കയ്യെത്തും ദൂരത്തൊക്കെ കുറച്ചെണ്ണം പഴുത്തു നിൽക്കുന്നുണ്ട്. അതൊക്കെ പറിച്ചെടുക്കുന്നുമുണ്ട്. കുറേ എണ്ണം മുകളിലങ്ങ് നിൽക്കുന്നുണ്ട്. അതൊക്കെ തോട്ടി കൊണ്ടും പറിച്ചെടുക്കാം. ഇതിൻ്റെ ഞെട്ടിന് വലിയ ബലമൊന്നുമില്ല. തോട്ടി കൊണ്ട് അടർത്തിയെടുത്താൽ തന്നെ എല്ലാം അടർന്നു വീണ് കിട്ടും. ഇത് ഒന്നിച്ചൊന്നും പഴുക്കുകയില്ല. ഓരോ ദിവസം കുറച്ചെണ്ണമായിട്ട് പഴുക്കുന്നതാണ് കാണാറുള്ളത്. അങ്ങനെ പഴുക്കുന്നതെല്ലാം തിരഞ്ഞു പിടിച്ച് പറിച്ചെടുക്കുന്നുണ്ട്. പക്ഷികളൊന്നും ഇതധികം കഴിക്കാൻ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം ഇതിൻ്റെ തൊണ്ടിന് കുറച്ച് കനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇത് കേടുവരാറുമില്ല. മരത്തിൽ നിന്ന് തന്നെ ഇത് പറിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം കുറച്ചധികം പഴുത്താൽ അതിനകത്തെ ഫ്രൂട്ട്സിന് കുറച്ച് നിറവ്യത്യാസം വരും. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ? എല്ലാവർക്കും അറിയാം, എന്നാലും കാണിച്ചു തരാം. ഇതിൻ്റെ തൊണ്ട് ഇതുപോലെ കത്തി കൊണ്ട് അടർത്തിയെടുക്കാം കേട്ടോ. കൈ കൊണ്ട് പൊട്ടിച്ചാലും കിട്ടും. അപ്പോൾ ഇതിനകത്ത് വെളുത്തുള്ളിയുടെ അല്ലികൾ പോലെ കാണാം. അതാണ് നമ്മുടെ മാംഗോസ്റ്റിൻ ഫ്രൂട്ട്സ്. അതിലൊരു വലിയ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ കുരുവുള്ളത്. ചെറിയ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ കുരുക്കളൊന്നും ഉണ്ടാവില്ല. ഇത് കഴിക്കുമ്പോൾ നല്ല മധുരമാണ് കേട്ടോ. ആ വലിയ ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ കുരുവാണെങ്കിൽ നമുക്ക് മുളപ്പിച്ചെടുത്ത് ബഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോസ്റ്റിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് റീച്ച് കിട്ടും. കൂട്ടത്തിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ.